10ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പ്രധാന ആശയമാണ് ഏതൊരു പോളിനോമിയലിനെയും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണുക എന്നത്. അത്തരം ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് 2x³ + 4x² - 5x + 3 by x - 2. 2x³ + 4x² - 5x + 3 എന്ന ബഹുപദത്തെ x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണുക എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നാം അറിഞ്ഞിരിക്കേണ്ടത് റിമൈൻഡർ തിയറമാണ്. അതായത് പി ഓഫ് എക്സ് എന്ന ഏതൊരു പോളിനോമിയലിനെയും എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് എ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ റിമൈൻഡർ പി ഓഫ് 1 ആയിരിക്കും. ഇനി എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് 2 ആയിരിക്കും. എക്സ് മൈനസ് 3 ആണെങ്കിൽ റിമൈൻഡർ പി ഓഫ് 3 ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എക്സ് മൈനസ് 2 കൊണ്ടാണ്, അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് 2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് സമം 2x³ + 4x² - 5x + 3. എക്സ് മൈനസ് 2 ആയതുകൊണ്ട് പി ഓഫ് 2 കാണുക. പി ഓഫ് 2 കാണാൻ എക്സിന്റെ സ്ഥാനത്ത് 2 നൽകിയാൽ മതി. 2 × 2³ + 4 × 2² - 5 × 2 + 3. 2 × 2³ എന്ന് പറഞ്ഞാൽ 2 × 3 അല്ല, 2 × 2 × 2 ആണ്, അത് 8 ആണ്. പ്ലസ് 4 × 2², 2 × 2 4 -5 × 2 10 + 3. 2 × 8 16, 4 × 4 അതും 16 ആണ്, -10 + 3 എന്ന് കിട്ടുന്നു. ഇതിൽ 16 + 16 32, 32 + 3 35 -10 ആൻസർ 25 എന്ന് കിട്ടുന്നു. അതായത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 25 ആണെന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് 4x³ + 3x² + 5x - 3 by x + 2. 4x³ + 3x² + 5x - 3 എന്ന ബഹുപദത്തെ x + 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കാണുക. ഇതിനായി നാം അറിയേണ്ടത് പി ഓഫ് എക്സ് എന്ന ഏതൊരു പോളിനോമിയലിനെയും എക്സ് പ്ലസ് എ എന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് മൈനസ് എ ആയിരിക്കും. അതായത് ഡിവൈഡ് ചെയ്യുന്നത് എക്സ് പ്ലസ് 1 കൊണ്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് -1 ആയിരിക്കും. ഇനി എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് -2 ആയിരിക്കും. എക്സ് പ്ലസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് -3 ആയിരിക്കും. തന്നിരിക്കുന്ന പോളിനോമിയൽ എടുത്ത് എഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 4x³ + 3x² + 5x - 3. എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് -2 ആണ്. പി ഓഫ് -2 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് -2 നൽകുക. അപ്പോൾ 4 × -2 ഹോൾ ക്യൂബ് പ്ലസ് 3 × -2 ഹോൾ സ്ക്വയർ പ്ലസ് 5 × -2 -3. നെഗറ്റീവ് നമ്പറിന്റെ പവർ കാണുമ്പോൾ നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു നെഗറ്റീവ് നമ്പർ റേസ് ടു ഓഡ് നമ്പർ ആണ് വരുന്നത് എങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഒരു നെഗറ്റീവ് നമ്പർ റേസ് ടു ഈവൺ നമ്പർ ആണ് വരുന്നത് എങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇവിടെ 4 × നെഗറ്റീവ് നമ്പർ റേസ് ടു 3 ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി 2⁻³ കണ്ടാൽ മതി. 2⁻³ എന്ന് പറയുന്നത് 2 × 2 × 2 ആണ്, അത് 8 ആണ്. അങ്ങനെ -2⁻³ -8 എന്ന് കിട്ടുന്നു. പ്ലസ് 3 × എ നെഗറ്റീവ് നമ്പർ റേസ് ടു ഈവൺ നമ്പർ പോസിറ്റീവ് ആണ്, ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആയിരിക്കും, ചിഹ്നം ഇടുന്നില്ല. ഇനി 2⁻² എന്ന് പറയുന്നത് 2 × 2 4 ആണ്. പ്ലസ് × മൈനസ് മൈനസ് 5 × 2 10 -3. 4 × -8 വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ മൈനസ് വരുന്നു. 4 × 8 32 പ്ലസ് 3 × 4 ആൻസർ 12 -10 -3. ഇവിടെ 32 10
3 ഇതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അതെല്ലാം ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ 32 പ്ലസ് 10 42, 42 പ്ലസ് 3 45, 45 മൈനസ് 45 പ്ലസ് 12. ആൻസർ കിട്ടുന്നത് -33 ആണ്. അതായത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ -33 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് 2x³ പ്ലസ് s² പ്ലസ് 10x മൈനസ് 4 ബൈ 2x മൈനസ് 3. 2x³ പ്ലസ് s² പ്ലസ് 10x മൈനസ് 4 എന്ന ബഹുപദത്തെ 2x മൈനസ് 3 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കാണുക എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നാം അറിഞ്ഞിരിക്കേണ്ടത് p of x എന്ന ഏതൊരു പോളിനോമിയലിനെയും ax മൈനസ് b എന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ p of b by a ആയിരിക്കും. അതായത് ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ 2x മൈനസ് 3 ആണ്. 2x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ p of എഴുതുക. ഇനി ആദ്യം കോൺസ്റ്റന്റ് 3 എഴുതുക ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇതായിരിക്കും റിമൈൻഡർ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4x മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് p of ആദ്യം 5 എഴുതുക ബൈ 4. ഇത്തരത്തിൽ നമുക്ക് റിമൈൻഡർ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് റിമൈൻഡർ കാണാൻ p of 3/2 കണ്ടാൽ മതി. അതിനാൽ ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയൽ എടുത്തെഴുതുക. p of x ഈക്വൽ ടു 2x³ പ്ലസ് x² പ്ലസ് 10x മൈനസ് 4. p of 3/2 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 3/2 നൽകിയാൽ മതി. 2 ഇൻറ്റു 3/2 ഹോൾ ക്യൂബ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 3/2 മൈനസ് 4. ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് ക്യാൻസലിംഗ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. 2ൽ 2 ഒരു പ്രാവശ്യം, 10ൽ 2 5 ടൈംസ്. ഇനി 2 ഇൻറ്റു ഒരു ഫ്രാക്ഷന്റെ പവർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ റേസ് ടു 3 ബൈ ഡിനോമിനേറ്റർ റേസ് ടു 3 ആണ്. അപ്പോൾ 3 റേസ് ടു 3 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അത് നമുക്ക് 27 എന്ന് കിട്ടുന്നു. ബൈ 2 റേസ് ടു 3 2 ഇൻറ്റു 2 ഇൻറ്റു 2 അത് 8 ആണ്. പ്ലസ് 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 റേസ് ടു 2 9 ആണ്. അതുപോലെ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 5 ഇൻറ്റു 3 15 കിട്ടുന്നു മൈനസ് 4. ഇവിടെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. 2 4 27/4 പ്ലസ് 9/4 പ്ലസ് 15 4 കുറച്ചാൽ കിട്ടുന്നത് 11 ആണ്. ഇനി ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 27 പ്ലസ് 9/4 പ്ലസ് 11 എന്ന് കിട്ടുന്നു. 27 പ്ലസ് 9 36 ആണ്. 36/4 പ്ലസ് 11 കിട്ടുന്നു ഈക്വൽ ടു 36/4 9 ആണ്. 9 പ്ലസ് 11 ആൻസർ 20 എന്ന് കിട്ടുന്നു. തന്നിരിക്കുന്ന പോളിനോമിയലിനെ 2x മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 20 ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് x³ പ്ലസ് 4s² മൈനസ് 6x പ്ലസ് 4 ബൈ 2x പ്ലസ് 3. s³ പ്ലസ് 4s² മൈനസ് 6x പ്ലസ് 4 എന്ന ബഹുപദത്തെ 2x പ്ലസ് 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കാണുക. അതിനായി നാം അറിയേണ്ടത് p of x എന്ന ഒരു പോളിനോമിയലിനെ ax പ്ലസ് b എന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ p of മൈനസ് b by a ആയിരിക്കും. ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് 2x പ്ലസ് 3 ആയതുകൊണ്ട് റിമൈൻഡർ എന്ന് പറയുന്നത് p of പ്ലസ് 3 ആണെങ്കിൽ മൈനസ് 3/2. p of മൈനസ് 3/2 ആണ് കാണേണ്ടത്. ആയതുകൊണ്ട് p of x ഈക്വൽ ടു തന്നിരിക്കുന്ന പോളിനോമിയൽ എടുത്തെഴുതുക. x³ പ്ലസ് 4x² മൈനസ് 6x പ്ലസ് 4. p of മൈനസ് 3/2 എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് 3/2 നൽകിയാൽ മതി. മൈനസ് 3/2 ഹോൾ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 6 ഇൻറ്റു മൈനസ് 3/2 പ്ലസ് 4 എന്ന് കിട്ടുന്നു. ഇനി ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവർ ഓഡ് നമ്പർ ആയാൽ ആൻസർ നെഗറ്റീവ് ആണ് നമുക്കറിയാം.
3 raised to 3 എന്ന് പറഞ്ഞാൽ 3 into 3 into 3 27 by 2 raised to 3 എന്നത് 8 ആണ്. പ്ലസ് 4 into നെഗറ്റീവ് raised to സ്ക്വയർ ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആവും. 3 raised to 2 9, 2 raised to 2 4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുന്നു. 2 6ഉം ക്യാൻസൽ ചെയ്ത് 3 into 3 9 എന്ന് കിട്ടുന്നു. പ്ലസ് 4. ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മൈനസ് 27 by 8 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 4 22 കിട്ടുന്നു. ഇനി മൈനസ് 27 പ്ലസ് 22 ഇൻറ്റു 8 ബൈ 8 എന്ന് ഇത് ഡിവൈഡ് കിട്ടുന്നു. അപ്പോൾ മൈനസ് 27 പ്ലസ് 176 by 8 that's equal to 149 by 8. അതായത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ 2x plus 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 149 by 8 എന്ന് കിട്ടുന്നു. ഏതൊരു പോളിനോമിയലിനെയും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ നാം ഓർക്കേണ്ടത് ഈ വസ്തുതയാണ്. എക്സ് മൈനസ് എ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. എ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് എങ്കിൽ പി ഓഫ് മൈനസ് എ ആയിരിക്കും റിമൈൻഡർ. എ എക്സ് മൈനസ് ബി ആണെങ്കിൽ പി ഓഫ് ബി ബൈ എ, എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ പി ഓഫ് മൈനസ് ബി ബൈ എ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ഹരിച്ചു നോക്കാതെ തന്നെ കാണാവുന്നതാണ്.